അതെ, ജോസി സാം സുഭാഷ് 1995 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മൊത്തം എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇത് പറയാൻ നേരത്തെ കുറെ നേരമായിട്ട് നിങ്ങൾ എങ്ങനെ വെൽക്കം ചെയ്യണം, ഏത് രീതിയിൽ വെൽക്കം ചെയ്യണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മൈക്കും മേടിച്ചിട്ടുണ്ട്. എന്റെ മുഖം കണ്ടില്ലേ, മൊത്തത്തിലൊരു വൾഗർ സെറ്റപ്പിലല്ലേ, അതായത് ഉറക്കൊന്ന് കണ്ണൊക്കെ ഇതാക്കിയിട്ടൊക്കെയല്ലേ. അപ്പൊ ഒരു 30 ദിവസത്തെ ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് മറ്റേ വെള്ളം ബാഗ് സംഭവം ഞാൻ കാണിച്ചു തരാം. കണ്ടു ഇതാണ് സാധനം. എന്താ സംഭവം ഭയങ്കര സെറ്റപ്പ് റബ്ബറാണ്, വലിയ ഡാമേജ് ആവുന്ന പീസോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ സേഫാണ്. താഴെ വീണാൽ പൊട്ടോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കറക്റ്റ് ഒരു പോത്തിന്റെ ഓവൽ ഷേപ്പ് കേട്ടോ. കറക്റ്റ് പോത്തിന്റെ ഒരു ഓവൽ ഷേപ്പ് തന്നെ ഇരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ നാളെ രാവിലെ ഏർലി മോർണിംഗ്, ഇതിപ്പോ ഇത്രയല്ലേ, നാളെ രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് ഇത് വെച്ച് 30 ദിവസം, അതായത് 30 ദിവസം നമ്മള് മുഖത്ത് ഐസ് ക്യൂബ് ഇട്ട് വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുമെന്നാണ് പറയണത്. നമുക്കത് ചെയ്ത് നോക്കാം. പിന്നെ ഞാനിപ്പോ ഈ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങളത് പറഞ്ഞ ഒരുപാട് പാടുപെട്ട് തുടങ്ങണം. കുറേ നേരം ഞാൻ ഇതിന് കുത്തിയിരുന്നായിരുന്നു. അത് വേണമെങ്കിൽ കണ്ടു നോക്കാം, ലാസ്റ്റ് ഇട്ടേക്കാവേ. ഇനി മൈക്ക് എവിടെ തൽക്കാലം ചേട്ടൻ ഇവിടെ ഇരിക്കും. മൈക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, പറയാം. അതായത് ഒന്ന്, നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരണം നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ മാറ്റങ്ങളും പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ബ്ലോഗിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗുണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇടും. തെറ്റുകളുണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്, എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതിന്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബൈക്ക് കേട്ടോ. സംഭവം സെറ്റപ്പൊക്കെ ആണെന്നാണ് ഇതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു വായിച്ചത്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഇതൊക്കെ തുറന്നിട്ട് ഇതിന്റെ അകത്ത് എന്താ സെറ്റപ്പ് നോക്കാം. കൊള്ളാലോ. നമ്മുടെ മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിന്റെ മേലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെന്താണ്, ഇത് സ്കാൻ ചെയ്ത ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരുന്നുള്ള അതിന്റെ ഒരു കാർഡ്. ചാർജർ കേബിള് വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ബോക്സ് തൽക്കാലില്ല. ചാർജർ കുത്തിയിടാനായിട്ട് സി ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. പിന്നെ 2 സി ടൈപ്പ് ചാർജറാണ്. രണ്ട് സി ടൈപ്പ് ചാർജർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഐഫോൺ ആണെങ്കിൽ പിന്നെ 2 ടൈപ്പ് സി ടൈപ്പ് കൊണ്ട് മറ്റേ ലൈറ്റിനിങ് ഉണ്ടല്ലോ, അപ്പൊ അതിന് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, കൊള്ളാം. സാധനം സംഭവം ഒരു പ്രീമിയം സെറ്റപ്പിലൊക്കെയാണ് സാധനം ഇരിക്കുന്നത്. കൊള്ളാം.
നൈസായിട്ടുള്ളൊരു ബോൾസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ 2 മൈക്ക്, അത്യാവശ്യം വലിയ മൈക്കുകളാട്ടോ. ഇതിന്റെ അകത്തൊരു സീ ടൈപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെയാണ് ഇപ്പൊ ബാക്കി പരിപാടികളൊക്കെ ഒരു പിടുത്തമില്ല. ഓക്കെ, ഇനി ഞാനൊന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഉള്ളത് അടുത്ത വീഡിയോയിൽ ഇത് വെച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഇതിന് ഓണാക്കാൻ എന്തെങ്കിലും സെറ്റപ്പെട്ട ഓണാകേണ്ട ആളല്ല. ഓണാക്കാനായിട്ട് ഇവിടെ മുറ്റൊന്നും കാണില്ല. ഇവിടെ ലേറ്റ് ചെയ്യുന്ന ആള് എന്താണാവും? എന്താണെങ്കിലും എനിക്ക് സാധനം പഠിക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ അതുവരെ നിങ്ങൾ വേറെ ആൾക്കാരുടെയൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, അതൊക്കെ പോയി കണ്ടിട്ട് വാ. ഞാൻ ഇതൊന്ന് സെറ്റപ്പ് ആക്കട്ടെ. അതിന് മുമ്പ് ഞാനിതൊക്കെ പറയാനായിട്ട് എടുത്തൊരു എഫേർട്ട് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് റഫ് കണ്ടേക്ക് ഞാൻ ഇട്ടേക്കാം കേട്ടാ. ബൈ. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.